അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു കണ്ടന്റ് ക്രിയേഷൻ വീഡിയോ ആണ് ഇത്. ഇതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് ഇപ്പോൾ നമ്മൾ നടത്താൻ പോകുന്നത് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു മലയാളത്തിലെ 337 എന്നുള്ള ഫോണ്ടാണ് ഇത് ആഡ് ചെയ്തു. ഇത് ഞാൻ കസ്റ്റമായിട്ട് ചെയ്തതാണ്. മറ്റേത് സാധാ ഇംഗ്ലീഷാണെന്നുണ്ടെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ AI വഴി ചെയ്യാം. ഇത് AI വഴി ചെയ്യാൻ ഓപ്ഷൻ ഇല്ല, മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. പിന്നെ ഇത് ഈ ഫോണ്ട് ഏതാ വെച്ചാൽ അശ്വതി എന്നുള്ള ഫോണ്ടാണ്, ഇപ്പോൾ നിലവിലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫോണ്ടാട്ടത്. ഈ വീഡിയോ കുറച്ച് ഭംഗി കൂടാൻ വേണ്ടി ഒന്ന് ഞാൻ കളർ ഗ്രേഡിങ് ചെയ്തു. ജസ്റ്റ് ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഹ്യൂവും സാച്ചുറേഷനും കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് വെച്ച്. അപ്പോഴാണ് ഈ സംഭവം വന്നത്. പിന്നെ കുറച്ച് വിഞ്ഞറ്റും കുറച്ച് ആഡ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ബ്ലാക്കിഷ് അടിയിൽ കണ്ടാ പോയപ്പോഴും ഇല്ലാത്തപ്പോഴും ഉണ്ടായപ്പോഴും വന്നോള് വന്ന്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, ടോട്ടൽ ഒരു ബ്ലാക്ക് ഓവറിൽ കൊടുത്ത് പുതിയൊരു സിനിമാറ്റിക് ലുക്കിന് വേണ്ടിയാണ്, നല്ലൊരു ട്രെൻഡിങ് ആണ്. മൂന്നാമതായിട്ട് ഞാൻ എന്ത് കൊടുത്തു, ഇപ്പോൾ നമ്മൾ വലിയ ക്യാമറ ഗിയേഴ്സാണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ സംഭവമാണ്, ചെറിയ ട്രിക്കാണ്, ഒന്നുമില്ല. മോഷൻ ബ്ലർ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ ആഡ് ചെയ്തിട്ട് ഒരു മാസ്ക് ഉണ്ടാക്കി കണ്ട റൗണ്ട് ഷേപ്പിൽ. ഇപ്പോൾ ഇവിടെയുള്ള മാത്രമേ ക്ലിയറായി കാണുള്ളൂ, ഇവിടെയുള്ളതൊക്കെ എന്തായി ബ്ലറിഷായി. ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിരുന്നു. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇത് കണ്ടങ്ങൾ ഈ ഒരു ഇതുണ്ടോ ട്രാൻസിഷൻ, ഇതോടെ നിന്ന് കിട്ടിയെന്ന് വിചാരിക്കും നിങ്ങൾ. ഇവിടെ ഒന്നുമില്ല, പ്രീമിയർ കമ്പോസർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലഗിൻ ഉണ്ട്, ഇൻസ്റ്റാൾ ചെയ്തത് ഞാൻ. അതിൽ നിന്ന് സ്റ്റാർട്ടർ പാക്കിൽ പോയിട്ട് ഫ്രീ ആയിട്ടുള്ളൊരു പാക്കാണ്, അതിന് നേരെ ഇട്ടതാണ് കേട്ടോ. ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന സംഭവമാണ്. മൂന്നാമതായിട്ട് ഇനിയിപ്പോൾ ഈ ഒരു ഇതാണ് നിങ്ങൾ ഈ വീഡിയോൻ്റെ ബാക്കിലും ഇതും എങ്ങനെ വന്നത് നിങ്ങൾ വിചാരിക്കുന്നത്. ഇതാണ് വീഡിയോ. ഈ കണ്ടന്റ് നെയ്വാക്കിയാൽ പോവും, ഇട്ടാൽ വരും കേട്ടോ. ഈ വീഡിയോൻ്റെ ബാക്ക് സൈഡാണ് ഈ വീഡിയോൻ്റെ അടിയിൽ നിന്നുള്ളത്, മനസ്സിലായ? അപ്പോൾ ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ മുൻഭാഗം, ഈ അടിയിലുള്ളതാണ് ഈ വീഡിയോൻ്റെ ബാക്ക് ഭാഗം. അപ്പം ബാക്ക് ഭാഗത്തിലുള്ള കണ്ടോ ടെക്സ്റ്റ് ആണ് നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട്. ഇനി ഇതിൻ്റെ മുകളിലുള്ളതാണ് വീഡിയോൻ്റെ അപ്പർ ലെയറിലുള്ളതാണ് ഈ മൈൻഡ് എന്നുള്ളത്, അതുകൊണ്ടാണ് ഇത് ബാക്കിൽ വന്നത്. ഇനിയിപ്പോൾ ഈ മൈൻഡ് എന്നുള്ള ടെക്സ്റ്റ് വീഡിയോൻ്റെ അടിയിക്കിടുകയെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ബാക്കിലായി, മനസ്സിലായ? ഈ ഒരു ചുവന്ന കളി ഉണ്ടെങ്കിൽ ഉണ്ടോ. അപ്പോൾ ഞാൻ ബാക്കിൽ തന്നെ മുമ്പിൽ തന്നെ ഇടുന്നുണ്ട്, ഇത് മുമ്പിലെത്തി. അപ്പോൾ ഇതൊരു ഡിസൈനുകൾക്ക് ചുവപ്പ് കളർ കൊടുത്ത് നല്ല യോജിക്കുന്ന ഒരു കളറായി തോന്നി. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനെന്ത് കൊടുത്ത് കണ്ട ബ്ലാക്ക് കളർ പീസെറ്റ് എന്നുള്ള സാച്ചുറേഷൻ ടോട്ടലായിട്ട് കുറച്ച് അത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഈ സംഭവം കിട്ടി. നമ്മളിതിൽ കൂടുതൽ എഡിറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ എഡിറ്റിംഗ് ഉണ്ട് ഇതിൽ. ഇതെല്ലാം ഓരോ ഡിസൈനാണ്. ഇപ്പോൾ ഈ ഇമേജ് ഉണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ ജനറേറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നത്, ഇങ്ങനെയില്ല, AI ചെയ്താൽ കേട്ടോ. ഒരു ഫ്രീ ആയിട്ടുള്ളൊരു AI ടൂളുണ്ട്, കമൻറ്റ് ചെയ്താൽ ഞാൻ മറ്റേ അയച്ചു തരാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഫ്രീ ആണ്, അൺലിമിറ്റഡ് ആണ്. അപ്പോൾ അതിലുള്ള കുറച്ച് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ എന്തേതാണ് ഇത് ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിപ്പോൾ ഹംഗ്രീനെ കുറിച്ചാണ് പറയുന്നത്, ടയേർഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ടയേർഡിനുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വന്നതാണ് ഇമേജാണ്. ഇതാണ് ഇമേജ്. ഇപ്പോൾ ലാബിൽ പോയിട്ട് കളർ മാറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാൻ പറ്റും. ഞാൻ കളർപ്പം മാറ്റി. അതിനുശേഷം അടുത്ത ഇമേജ് കണ്ടോ, ഇതും അങ്ങനെ ജനറേറ്റ് ചെയ്താൽ ഹംഗ്രിക്കുള്ള ഒരു ഇത്. മൂന്നാമതായിട്ട് സ്കൈഡ് കണ്ടോ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ എന്തുണ്ടാരോ, നമ്മൾ നേരത്തെ കൊടുത്ത ആ ബേസിക് പ്രീസെറ്റ് ഉണ്ട്, കണ്ട കളർ പോയതും വന്നതും നിങ്ങൾ ചെറിയൊരു മാറ്റമുള്ളൂ. സാച്ചുറേഷൻ കൂട്ടിയതിൻ്റെ ഒരു ഇതാണ്, എഫക്റ്റാണ്. ഓക്കെ. അതിനുശേഷം ഹാഫ് ടോൺ അറിയില്ല നിങ്ങൾക്ക്. ഇപ്പോൾ കണ്ടോ, ഇതിന് സൂക്ഷിച്ച് നോക്കിയാൽ ഇത് കണ്ടെങ്കിൽ ഇതൊന്നുമില്ല, ഒരു ഇമേജ് ഭംഗി കൂട്ടാനും പിന്നെ ക്ലിയാരിറ്റി കമ്മിയുള്ള വീഡിയോയും ഫോട്ടോയും ക്ലാരിറ്റി കൂട്ടാനുള്ളതാണ് ഇത് കേട്ടോ. തോന്നിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പോട്ടെ. അതിനുശേഷം ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ബ്ലറിഷാണ്, കണ്ട ബ്ലർ പോയതും വന്നതും കണ്ട ഈ ഒരു സൈഡിൽ നിങ്ങൾ. അപ്പോൾ ഇതിന് പേര് മാറ്റുന്നത് എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് നോക്കിയിട്ട് റീനെയിം കൊടുക്കുക. അപ്പോൾ തൽക്കാലം ബ്ലറെന്ന് കൊടുക്കുക, നിങ്ങൾക്ക് പരിചയം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇതെന്ത് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്ത് ലെയറാണെന്ന് മനസ്സിലായല്ലോ. അതിന് ശേഷം എന്തായി, ഇതൊരു വെർട്ടിക്കലായിട്ട് ഇപ്പോൾ ഒരു ഇത് കണ്ട ഇത് പോകുന്നുണ്ടെങ്കിൽ ഒരു മറ്റേ ബേണ്, ഇതൊരു എഫക്റ്റ് അല്ല, നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കൊടുക്കുന്നതാണ്, നിലയിലെ ഒരു ട്രെൻഡിങ് ആണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതൊരു പ്രീമിയർ കമ്പോസറിലെ ഒരു എഫക്റ്റാണ് ഇത് കണ്ട. പ്രീമിയർ കമ്പോസറിൽ പോയാൽ കുറച്ച് എഫക്റ്റാണല്ലോ കിട്ടും. നമ്മൾ കഷ്ടമായിട്ട് ഉണ്ടാക്കുക, പക്ഷേ സമയം ആവുന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്ത് അങ്ങനെ ചെറിയ പൊടിക്കുകയും ചെയ്താട്ടോ. എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനെയൊക്കെ. അതിനുശേഷം ഞാൻ ഓരോ ക്ലിപ്പ് ആഡ് ചെയ്ത് പിന്നെ എന്ത് ചെയ്ത്, പിന്നെ നമ്മൾ മുമ്പ് ജനറേറ്റ് ചെയ്ത ഇംഗ്ലീഷ് ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ ഗ്രാഫിക് ആൻഡ് ടൈറ്റിൽസ് പോയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് ആ ട്രാക്കിൽ പോയിട്ട് അപ്ഗ്രേഡ് ടു ക്യാപ്ഷൻ ടു ഗ്രാഫിക്കിൽ കൊടുത്താൽ ഇങ്ങനെ ഇവിടേക്ക് വരും. മുകളിൽ ഇങ്ങനെ ഒറ്റ ലൈനായി വന്ന സബ് ടൈറ്റിൽ മൊത്തം ഈ രൂപത്തിലാക്കാം. എന്നിട്ട് പിന്നെ ഞാൻ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താട്ടോ.
ഒരാളുടെ ഡിസൈൻ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. കുറച്ച് മുമ്പൊരു ഡിസൈൻ ചെയ്തുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്യാൻ കുറച്ചൊരു സഹായകമായിട്ടുണ്ട്. അപ്പോൾ ഒന്നും വെറുതെ അല്ല. ഓക്കെ. പിന്നെ ഞാൻ എന്ത് ചെയ്തേ, പിൻട്രസ്റ്റ് പോയിട്ട് നല്ല വീഡിയോസ് തപ്പിയെടുത്തിട്ട് എന്ത് ചെയ്തേ, ഓരോ ഇതിനനുസരിച്ച് നമ്മൾ വെച്ച് കൊടുത്ത്. പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ തിങ്സ് ലൈക്ക് നമ്മൾ ചിലൊരു ഏരിയ എത്തുമ്പോൾ നമുക്ക് ടെക്സ്റ്റുകൾ വേഗം പോയി വരേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ചെറുതാക്കി പോയിട്ടുണ്ടെങ്കിൽ തിങ്സ് ലൈക്ക് വെയിറ്റ് ഇതൊക്കെ സിമ്പിളായിട്ട് സ്പീഡായിട്ട് പോകണം. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ആ ബ്ലറിഷ് ഇപ്പം 3 കാര്യം പറഞ്ഞിടത്ത് ഒരു എഫക്റ്റ് കൊടുത്തിരുന്നു ആ ടെക്സ്റ്റിന്. ആ എഫക്റ്റ് എല്ലായിടത്തും ഞാൻ കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇത് കണ്ട ഇപ്പോൾ എല്ലാ ടെക്സ്റ്റും സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഒരു ബ്ലർ കണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്ലർ എന്നിട്ടേ വരുന്നുള്ളൂ. കാരണം നമ്മൾ ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ എഡിറ്റ് കൺട്രോൾസ് പോലെ അതിൻ്റെ ഇത് കാണാൻ പറ്റും. കണ്ട ഒരു കീ ഫ്രെയിം ഉണ്ടെങ്കിൽ ഫസ്റ്റ് കീ ഫ്രെയിം പറഞ്ഞാൽ 20 ബ്ലറിൻ്റെ പെർസെൻറ്റേജ്. പിന്നെ ഞാൻ എന്താക്കി, ഒരു 3-4 ഫ്രെയിം കഴിഞ്ഞാൽ അത് 0 ആക്കി. അതാണ് ഇവിടെ കണ്ടത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഇത് കണ്ടാൽ അങ്ങ് പേടിക്കൊന്നും വേണ്ട. ഇത് ഒന്നൊന്ന് യൂസ് ചെയ്താൽ അപ്പം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ കണ്ടങ്ങൾ ഇതാണ് വീഡിയോൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ. ഈ വീന്ന് കണ്ട വീഡിയോ ആണ്. വീഡിയോ 2, വീഡിയോ 1 ആണ് ഇതെല്ലാം. ഈ A1 പറഞ്ഞാൽ ഓഡിയോ 1. ഇതിൽ എത്ര ആഡ് ചെയ്തിട്ടുണ്ട്? ഓഡിയോ 8, ഓഡിയോ 9 വരെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ എഡിറ്റിങ്ങനെ കൂടുതൽ ഇതാകുമ്പോൾ നമുക്ക് ഓരോ ഐഡിയ ഇങ്ങനെ വരും. പിന്നെ അതിനനുസരിച്ച് മ്യൂസിക്കും ഇതെല്ലാം ആഡ് ചെയ്യലാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ സൗണ്ട് ഡിസൈൻ എന്നുള്ള വലിയ ഘടകം കേട്ടോ. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് മുതൽ തന്നെ നിങ്ങൾ സൗണ്ട് ഡിസൈനെ കുറിച്ച് നല്ല പഠിച്ചോളായിരുന്നു. കാരണം സൗണ്ട് ഡിസൈൻ എന്നാൽ അത്രയും സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ ഉഷാറായിട്ടില്ലെങ്കിലും സൗണ്ട് ഡിസൈൻ സെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണാൻ 1000 പേരുണ്ടാവും. മറിച്ചാണെന്നുണ്ടെങ്കിൽ 100 പേരെ പോലും കിട്ടാൻ പണി കേട്ടോ. അപ്പോൾ ഇത് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്തു, ഈ ബേണിൻ്റെ എഫക്റ്റ് കൊടുത്തു. ഒന്നുമില്ല, ആ ബേണ് ടോട്ടൽ ഒരു ബ്ലാക്ക് ആയിരുന്നു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അതിന് എന്ത് ചെയ്ത് എഡിറ്റ് കൺട്രോൾസ് പോയിട്ട് സ്ക്രീൻ കൊടുത്ത്. സാധാരണ നോർമലാണെന്നുണ്ടെങ്കിൽ എന്താവും, ആ ബ്ലാക്ക് ആവും. ഒരു ഉദാഹരണം കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് അല്ലാത്തതുകൊണ്ട് കേട്ടോ. ഇവിടെ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ നിലവിലെ അവസ്ഥ. അതിനാ സ്ക്രീൻ കൊടുത്തുകൊണ്ട് എന്തായി, സ്ക്രീനിൻ്റെ മുകളിൽ വന്ന്. ഓക്കെ, കൺട്രോൾ സെറ്റ് അടിച്ചേട്ടാ. ഓക്കെ, അത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ നല്ല യോജിച്ച വീഡിയോ ഞാൻ ഇതിൻ്റെ ബാക്കിൽ ആഡ് ചെയ്ത്. ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്യണമായിരുന്നു, പക്ഷേ ഞാൻ സമയം കുറച്ച് ലഭ്യത കുറവായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. കൂടുതൽ റിസ്ക് എടുത്തിട്ടില്ല. പക്ഷെ എന്നാലും സമയം ചിലവഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഇത് കണ്ടെങ്കിൽ നല്ലൊരു ഡിസൈനിൽ വെച്ചിട്ട് ഇതിൻ്റെ തമ്മിലായിട്ടാണ് ഇതാ കൊടുത്തത് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇതാണ് കുറച്ച് ഡിസൈൻ ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് ഈ ഒരു അഭിരുചി വരും. പിന്നെ നമ്മളുടേതായ സ്റ്റൈലിൽ നമ്മൾ രൂപപ്പെട്ട് വരും. അതിനെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി ഡിസൈൻ ചെയ്യുക, വേറെ വഴിയില്ല. ഒരു സാധനം പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. ഒരാളൊരു മേഖലയിൽ സെറ്റായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അയാൾ പ്രാക്ടീസ് കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെയിലി വീഡിയോ എഡിറ്റ് ചെയ്യുക. നമ്മൾ ഓരോ ദിവസം പുതിയ കാര്യങ്ങൾ പഠിക്കാം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ചെയ്ത് പിന്നെ അതിൻ്റെ ശേഷം ഇപ്പോൾ കണ്ട ഇത് വേറൊരു വീഡിയോ ആഡ് ചെയ്ത് എന്നിട്ട് നിലവിലെ ട്രെൻഡിങ് ഇതായതുകൊണ്ട് നമുക്ക് നല്ല രസം ചെയ്യാൻ, നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ച് ചെയ്യാം. കാരണം ഈ ഒരു ഫോണ്ടും കണ്ടെങ്കിൽ ഇത് എവിടെ യൂസ് ചെയ്തൊരു ഫോണ്ടാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ഫോണ്ടാണ്. അപ്പോൾ ആ ഫോണ്ട് ഞാൻ ആഡ് ചെയ്ത് കണ്ടോ. ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ എന്തൊരു ഭംഗിയുണ്ട്. ആസ്ക് യുവർ സെൽഫ്, ഈസ് ദിസ് റിയലി മീ ഓർ ജസ്റ്റ് എ ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ എല്ലാം ഡിസൈനാണ്. ഇതിലെല്ലാം ഓരോ ഫ്രെയിമും ഡിസൈനാണ്. അപ്പോൾ നിങ്ങളൊരു വീഡിയോ എഡിറ്റർ ആവാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്തായാലും നിങ്ങൾ കുറച്ച് ഡിസൈൻ ചെയ്യണം. കാരണം ഇതിൻ്റെ ഒരു ബേസിക്കാണ്, ഫണ്ടമെൻ്റലാണ്. ഡിസൈനിങ്ങിൻ്റെ ഒരു ഇതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോ എഡിറ്റേഴ്സിനെ ശ്രദ്ധിച്ചാണ്, അവർ കുറേ എഫക്റ്റും കാര്യവും ആഡ് ചെയ്യണ്ടാവും. പക്ഷേ ഈ ഡിസൈനിങ്ങിൻ്റെ ഒരു എസ്തെറ്റിക്സിൻ്റെ കമ്മിയായ കാരണം കൊണ്ട് വീഡിയോ പറ്റ ബോറായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വൺസ് യു ബിക്കം എ ബെറ്റർ ഡിസൈനർ യു ക്യാൻ ആൾസോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.